ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കുറേ നാളത്തെ മഴയ്ക്ക് ശേഷം ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നാണൊന്ന് ഒത്തിരി വെയിൽ കണ്ടത്. അപ്പോൾ മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അതാണ് അങ്ങനെ കിടക്കുന്നത് മുറ്റത്തിൻ്റെ കോലം. അപ്പോൾ ഒരിത്തിരി വെയിൽ കിട്ടിയപ്പോൾ ഇതേ കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ നല്ലോണം ഒന്ന് വെയിൽ കൊള്ളിച്ച് ഉണക്കാനായിട്ട് കുട തുറന്ന് വെച്ചിട്ട് അതിലിങ്ങനെ ഇട്ട് കേട്ടോ. അപ്പോൾ മഴയായ കാരണം ഏട്ടന് വർക്കില്ലാത്ത ദിവസമായതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. റെയിൻകോട്ടൊക്കെ അവിടെ കിടക്കണ്ടേ. അപ്പോൾ ഇതൊരു അന്തവും കുന്തവും ഇല്ലാത്തൊരു വീഡിയോ ആയിട്ടോ. ഒരു പ്രത്യേകിച്ചൊരു കഥയില്ലാത്തൊരു വീഡിയോയാണ്. നമ്മളിവിടെ കറി വയ്ക്കുമ്പോൾ അധികം എരിവിടില്ല കേട്ടോ. അതുപോലെ മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഇറച്ചിയും മീനൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ എന്നും പച്ചക്കറി തന്നെയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ പരിപാടി വരുന്നു. ഗോൾഡിനൊക്കെ ഇപ്പോൾ എന്താ റേറ്റ്. അത് കാരണം നമ്മൾ നല്ലോണം പിശുക്കിയാണ് കേട്ടോ ഈ ദിവസങ്ങളിൽ കഴിച്ചു കൂട്ടുന്നത്. അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എരിവും പുളിയുള്ളൊരു കറി കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ ഏട്ടനോട് ചിക്കൻ വാങ്ങാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചിക്കൻ വാങ്ങി വന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയമാണ് കേട്ടോ അത്. അപ്പോൾ കുഞ്ഞ് അമ്മയുടെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ പോയാലാട്ടോ ഉറങ്ങുള്ളൂ. നല്ല വാശിയൊക്കെ വരികയാണെങ്കിൽ അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മുഴുവൻ മസാലയുടെ കവറൊക്കെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഞാനങ്ങനെ സബോളയൊക്കെ തൊണ്ട് കളയണു, അതുപോലെ ഉള്ളിൽ നിന്നാക്കണു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമ്മ ദേ അവിടെ ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുക കേട്ടോ. നല്ല മഴയല്ലേ. അപ്പോൾ നമുക്ക് വാതിലൊന്നും തുറക്കാൻ പറ്റില്ല, കാരണം തണുപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അകത്തൊരാൾ ചുമ തുടങ്ങും. കുഞ്ഞിന് തണുപ്പ് തീരെ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കേട്ടോ. അപ്പോൾ ആളധികം അങ്ങനെ ഉഷാറായി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫ്രിഡ്ജൊക്കെ കാലിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡിൻ്റെയൊക്കെ റേറ്റ് ആകെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തുട്ടാ. കുഞ്ഞു കഷ്ണങ്ങളായിട്ടായിരുന്നു കേട്ടോ. എന്തോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിക്കൻ വാങ്ങുമ്പോൾ കിട്ടണേ, കുഞ്ഞു പീസുകളായിട്ട്. അപ്പോൾ പുറത്തൊക്കെ നല്ല മഞ്ഞാട്ടോ. ചിക്കനിൽ നിന്ന് പോകുന്ന ആവിയൊന്നും അകത്തേക്ക് വരുന്നില്ല, ഫുള്ള് പുറത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു കേട്ടോ അടുക്കളയിൽ. ക്യാമറ കണ്ടാലും കണ്ണാടി കണ്ടാലും ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ഏട്ടന് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സിനിമാ നടൻ സുധീഷിലെ ആളുടെ പോലെ തന്നെ എനിക്ക് ഫേസ് കട്ട് തോന്നിക്കണം കേട്ടോ ഏട്ടന്. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തോ എനിക്ക് ആദ്യം അങ്ങനെ തോന്നി. പിന്നെ രണ്ടാളും കൂടി ഇങ്ങനെ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറായിട്ട് ഞങ്ങളുടെ സംസാര വിഷയം ഇങ്ങനെ ദാസനും വിജയനും പോലെ നടക്കാത്ത സ്വപ്നങ്ങൾ. അത് ഞാനും അമ്മയായിട്ടും അങ്ങനെ തന്നെ. എനിക്ക് ഇങ്ങനെ ഓരോ ഫ്യൂച്ചറിൽ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. ആ കാര്യം നടക്കുമെന്നില്ലെങ്കിലും അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു മനസ്സുഖം. നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനൊരു കൺസെപ്റ്റാണ് കേട്ടോ എനിക്ക്. ഞാനൊരു സ്വപ്ന ലോകത്താണെന്ന് തന്നെ പറയാം. അപ്പം ഞാനങ്ങനെ ആ ഒരു പ്രതീക്ഷയോടെയാണ് കേട്ടോ ഓരോ മിനിറ്റുകളും നമ്മൾ എന്തെങ്കിലും സക്സസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ എപ്പോഴും എനിക്ക്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയാണ്. ഞാൻ നെഗറ്റീവ് ഒന്നും ചിന്തിക്കുന്നില്ല. എല്ലാം പോസിറ്റീവാണ്, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ കണ്ടോ, അത് വലിയൊരു കവറാട്ടോ. അമ്മ അത് കീറി മുറിച്ച് നമ്മുടെ പാകത്തിനാക്കിയിരിക്കുന്ന കേട്ടോ. അതെന്തിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രം കഴുകുന്ന സമയത്ത് അവിടെ നിന്ന് സിങ്കിൽ നിന്ന് വെള്ളം മേത്തേക്ക് തെറിക്കുക, അതുപോലെ പൈപ്പ് ഓണാക്കുമ്പോഴൊക്കെ മേത്തേക്ക് തെറിക്കുക, നമ്മുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് വെള്ളം നനയുക. അപ്പോൾ ഇതിടുമ്പോൾ റെയിൻകോട്ട് പോലെ ഇതിടുമ്പോൾ നനയുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അതിട്ടേക്കുന്നത്. അങ്ങനെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല കേട്ടോ, സൂപ്പറായിരുന്നു കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.